കൊല്ലത്ത് പള്ളിവളപ്പിൽ സെമിത്തേരിക്കടുത്ത് സൂട്ട് കേസിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. SN കോളേജ് ജംഗ്ഷനിലെ CSI പള്ളിയോട് ചേർന്നുള്ള സെമിത്തേരിക്ക് സമീപമാണ് അസ്ഥികൂടം സൂട്ട് കേസിൽ കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പരിശോധന കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. എന്നാലും ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇത് എവിടെ എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇനി എവിടെ തന്നെ കൊണ്ടിട്ടതാണോ അതോ ഇനി വല്ല വീട് പൊളിച്ചപ്പോഴോ അല്ലെ പറമ്പിൽ തങ്ങനെ എടുത്ത് കൊണ്ടുവച്ചാണോ എന്നുള്ള നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സയൻറ്റിഫിക്കാരും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ വരും, വന്ന് പരിശോധിച്ചു. ഇല്ല, പള്ളിയുടെ സെമിത്തേരിയുടെ കുറച്ച് അങ്ങോട്ട് മാറിയാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു വാട്ടർ ലൈൻ നോക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. കൊല്ലത്ത് നിന്ന് അരുൺ രാജ് ചേരുന്നു വീണ്ടും. അരുൺ രാജ്, കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇതിൻ്റെ? SK ഇന്ന് രാവിലെ 9 മണിക്കാണ് നമ്മുടെ ഓഫീസിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ സോഴ്സ് ഇത്തരത്തിലൊരു വാർത്ത ഉണ്ട്. ഇത്തരമൊരു സംഭവം ഈ കൊല്ലം ശാരദാമഠത്തിന് സമീപമുള്ള CSI പള്ളി, ഇംഗ്ലീഷ് പള്ളിക്ക് സമീപം സ്യൂട്ട് കേസിൽ അസ്ഥികൂടം കണ്ടെത്താനുള്ള വിവരം ലഭിക്കുന്നത്. തുടർന്ന് നമ്മളിവിടേക്ക് എത്തുമ്പോൾ പോലീസുകാരും ഉണ്ടായിരുന്നില്ല, പള്ളി ജീവനക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് പള്ളി ജീവനക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ വിവരണം നമുക്ക് തന്നത്. തങ്ങൾ ഈ സമീപത്ത് കൂടി വാട്ടർ ലൈൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് എത്തുകയായിരുന്നു. ആ എത്തുന്ന സമയത്താണ് സ്യൂട്ട് കേസ് തുറന്നു നോക്കിയത്. ആ സ്യൂട്ട് കേസ് തുറന്നു നോക്കിയപ്പോൾ അസ്ഥികൂടം കണ്ടെത്തിയെന്നുള്ളതായിരുന്നു ഈ ജീവനക്കാരുടെ ആദ്യഘട്ടത്തിലുള്ള പ്രതികരണം. തുടർന്ന് പോലീസ് വിവരമറിഞ്ഞ് സ്ഥലത്തേക്ക് എത്തി. ഈ പോലീസ് എത്തി ഇത് പരിശോധിച്ചപ്പോഴാണ് ഒരു മനുഷ്യന്റെ പരിപൂർണമായ എല്ലാ അസ്ഥികളും ഇതിലുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. തലയൊട്ടി, തുടയല്ല്, അതുപോലെ തന്നെ വാരിയല്ല്, ഇതെല്ലാം തന്നെ ഈ സ്യൂട്ട് കേസിലുണ്ട്. ഇത് ഏത് സാഹചര്യത്തിൽ ഇവിടേക്ക് എത്തിയെന്ന് സംബന്ധിച്ച് ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിന് കാലപ്പഴക്കമുണ്ട്. ഇത് മറ്റെവിടെ നിന്നോ ഇവിടേക്ക് കൊണ്ടിട്ടതാകാം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. കാരണം ഈ സെമിത്തേരിയിൽ അടക്കുന്ന ഈ മൃതശരീരങ്ങൾ അത് ഈ അടുത്ത മൃതശരീരം അടക്കുന്ന സമയത്ത് സ്വാഭാവികമായും അതെടുത്ത് താഴേക്കാണ് മാറ്റാറ്. ഇത്തരത്തിൽ ദൂരത്തേക്ക് മാറ്റിയിടാറില്ല എന്നുള്ളത് പള്ളി വികാരി തന്നെ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും സംഭവത്തിൽ കൊല്ലം സിറ്റി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചായിരിക്കും അന്വേഷണം എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. എന്തായാലും ഈ സംഭവം അറിഞ്ഞ് വലിയ ജനക്കൂട്ടം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വലിയ തിരക്കുള്ള പാതയാണ്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ആരെങ്കിലും ആയിരിക്കാം ഈ സ്യൂട്ട് കേസിൽ ഇതിവിടെ കൊണ്ടിട്ടത്. പക്ഷേ ഒരു അസാധാരണമായ സംഭവമാണ്. സ്യൂട്ട് കേസിൽ ഇത്ര കൃത്യമായി ഈ അസ്ഥികൂടം അടുക്കി ഇവിടേക്ക് കൊണ്ടിടാനിടയായ സാഹചര്യം, അത് ആരുടേതാണ്, അത് ഏതെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്നീ കാര്യങ്ങളിലടക്കം വിശദമായ പരിശോധന ഉണ്ടാകും. ഫോറൻസിക് എത്തി ഈ അസ്ഥികൂടം വിശദമായി തന്നെ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഇതിന്റെ കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരൂ. DNA അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും സ്ഥലത്ത് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ അടക്കമുള്ളവർ എത്തി ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ സ്യൂട്ട് കേസ് ഫോറൻസിക്കിലെ ഉദ്യോഗസ്ഥരെത്തി ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. തുടർന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാവുക. എന്തായാലും വളരെ ഗൗരവത്തോടെ പോലീസ് ഈ വിഷയത്തെ കാണുന്നു എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് നേരത്തെ വ്യക്തമാക്കിയത്. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇതിൻ്റെ ദുരൂഹത എത്രയും പെട്ടെന്ന് പോലീസിന് മാറ്റാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. സൂട്ട് കേസിൽ മൃതദേഹം കണ്ടു എന്ന് പറഞ്ഞാൽ അത് ആരുടെയാണ്, എങ്ങനെ വന്നു, എങ്ങനെ മരിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുന്നു.